എടി കൊച്ചേ, നീ ആ ഫോണൊന്നും എടുത്ത് അവനെ വിളിച്ചു നോക്കിയേ. ഫോൺ കൊണ്ടുപോയിട്ടില്ല മമ്മി. പപ്പ പറഞ്ഞു കൂടിപ്പോകും, അതാണ് എല്ലാത്തിനും പ്രശ്നം. അയ്യോ അല്ല അതെ, അല്ലെങ്കിലും അതെ, നിങ്ങളൊരു കാര്യം അറിയാതെ അങ്ങോട്ട് എടുത്ത് കടിക്കുക ഓരോന്ന് പറയും. വളരെ മോശമായി പോയി എന്തായാലും. ചേട്ടാ ഞാനിപ്പോ പറഞ്ഞ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. അല്ലെ പിന്നെ നിങ്ങൾ ആദ്യമേ എന്നോട് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയണം. പപ്പ എന്റെ അടുത്ത് പറയാൻ പപ്പന് സമ്മതിക്കണ്ടേ? ഞങ്ങൾ എത്ര പ്രാവശ്യം പറയാൻ വന്നറിയാമോ? അല്ല അത് നിങ്ങൾക്ക് അല്ലെങ്കിലും പണ്ടുള്ള സ്വഭാവമാണ്. എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും തോക്കി കയറി വെടി വെക്കുന്ന സ്വഭാവം. പെട്ടെന്ന് ദേഷ്യം വന്നാൽ പിന്നെ പറയാൻ വേണ്ട. സമ്മതിച്ച് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. മനുഷ്യന്മാരായ അബദ്ധങ്ങളൊക്കെ പറ്റൂലേ? നിങ്ങൾക്ക് അബദ്ധങ്ങൾ പറ്റാറില്ലേ? സ്വന്തം മോനോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയണതാണ് അബദ്ധം. അത് കൊള്ളാം. ഞാൻ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിൽ അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വെച്ചാൽ ഇറങ്ങി പോവുക ചെയ്യേണ്ടത്. ഇത് അവന്റെ കൂടെ വീടല്ലേ? അവൻ വിചാരിക്കണ്ടേ? ഇതൊക്കെ പറഞ്ഞപ്പോ ഓർത്തില്ലല്ലോ നിങ്ങള്. അങ്ങനെ വെറുതെ ഇറങ്ങിപ്പോയതല്ല പപ്പ. പപ്പ ടോമിന്റെ അടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ പുള്ളിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. എന്നെ വിഷമം കൊണ്ട് ഇറങ്ങിപ്പോയതാ. ഞാനിപ്പോ എന്തോ വേണമെന്നാ അവനെ വിളിച്ചോണ്ടിരണം, അത്രയല്ലേ ഉള്ളൂ. പപ്പ തന്നെ പോയി വിളിച്ചോണ്ട് വരണം, എന്നാൽ ടോം തിരിച്ചു വരും. ശരി, ഈ രാത്രി അവ എവിടെ ഉണ്ടെങ്കിൽ ഞാൻ പോയി വിളിച്ചോണ്ടിരും. അപ്പൊ പ്രശ്നം തീരുമല്ലോ. അത് കൊള്ളാം. നിങ്ങൾ ഈ രാത്രി എവിടെ പോയി അന്വേഷിക്കാനാണ് ഇനി അവന്? രാത്രി തന്നെ ഒരുപാട് നേരം ഒന്നും ഇട്ടില്ലല്ലോ. ഞാൻ എവിടെയെങ്കിലും അവനെ കണ്ടുപിടിച്ചിട്ട് ഞാൻ അവനെ കൊണ്ട് ഞാൻ ഈ വീട്ടിൽ വരുള്ളൂ. പോരെ? സമാധാനമല്ല. വണ്ടിയുടെ ചാവി എടുത്തോടാ. അതാ മുറിയിലെങ്ങാനും ഉണ്ട്, പോയി നോ. ഓരോരോ പ്രശ്നങ്ങളായിരുന്നു മനുഷ്യന് മനസ്സമാധാനം കിടക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഒന്ന് നിക്ക മനുഷ്യ. ഇനി എന്താ? ഞാനും കൂടി വരാനേ. വേണ്ട വേണ്ട വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് വരുത്തി വെച്ച പ്രശ്നങ്ങൾ ഇത് ഞാനായിട്ട് തന്നെ അങ്ങ് പരിഹരിച്ചോളാം കേട്ടോ. ഇങ്ങനെ എല്ലാ പപ്പന്മാരും ചിന്തിച്ചാൽ കുടുംബത്തിലൊക്കെ പ്രശ്നങ്ങൾ എപ്പോഴും സോൾവ് ആയേനെ. പക്ഷെ എല്ലാ പപ്പമാരുടെ പേരും സെബാസ്റ്റ്യനും നല്ലല്ലോ മോളെ. അയ്യോ ടോം എല്ലാം കൂടെ വാതിൽ കയറി നിൽക്കുന്നത്. ഒരിക്കലും കുപ്പി വാങ്ങിച്ച് നൈസായിട്ട് വീട്ടിൽ കയറാൻ ഒക്കൂലല്ലോ. ഇത്തിരി കാണാൻ നിൽക്കണോ എന്തോ. ഇനിയിപ്പോ അന്വേഷിച്ചൊന്നും പോണ്ട, അതേ വരുന്നുണ്ട് മോൻ. വരവ് വേണ്ട. എന്തിനെല്ലാം കൂടെ ഇവിടെ നിൽക്കുന്നത്? എവിടെയും പോണോ? എന്നെ അന്വേഷിച്ചിറങ്ങിയതാ. എന്നെ അന്വേഷിച്ചു? ഓ എന്തിന്? അല്ല, ഞങ്ങള് വിചാരിച്ചു ടോം പിണങ്ങി പോയതാന്ന്. ആമണയൊന്നും പോയെന്നല്ലോ. അല്ല, പപ്പ അന്നത്തെ ദേഷ്യത്തിൽ ഇവിടുന്ന് ഇറങ്ങി പോന്നൊക്കെ പറഞ്ഞില്ലേ, അത് കേട്ടപ്പോ പിണങ്ങിപ്പോയതാന്ന് വിചാരിച്ചു. അങ്ങനെ ഇറങ്ങിപ്പോയത് എന്റെ കൂടെ വീടല്ലേ, ഞാൻ ഇറങ്ങി പോണത്. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും മക്കളെ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അവൻ പോയിട്ടുണ്ടാവില്ല എന്ന്. നിങ്ങളെപ്പോ പറഞ്ഞു? അല്ല ഞാൻ നേരത്തെ പറഞ്ഞു കേട്ടില്ല. നീ കേൾക്കാഞ്ഞിട്ടാ. അല്ലെ മോളെ ഞാൻ പറഞ്ഞ കേട്ടില്ലേ? കേട്ടു കേട്ടു കേട്ടാ മോളെ സമ്മതിച്ചു. അല്ല, അപ്പൊ പിന്നെ നീ രാത്രി എവിടെ പോയി തന്നെയാണ്? നീ രാത്രി പാതിരിക്ക് എവിടെ പോയി തന്നെയാണ്? ഞാൻ പിന്നെ അങ്ങോട്ട് പോയിട്ട് വന്നത്. എനിക്ക് മുന്നേ ഒരു സാധനം വാങ്ങിക്കൊണ്ടായിരുന്നു. എന്ത് സാധനം? എന്ത് സാധനം വാങ്ങിക്കാൻ? എനിക്ക് പല സാധനം വാങ്ങിക്കാനുണ്ട്. എന്താണ് ഈ പല സാധനം നിനക്ക് വാങ്ങിക്കാനുള്ളത്? എന്തെങ്കിലും ആവട്ടെ. എന്ത് എവിടെ കള്ള ഇതിനാണ് നീ തിരക്കപ്പെട്ട് ഇവിടെ ഇറങ്ങി പോയതല്ലേ? പിന്നെ റൂമിൽ പോയപ്പോ പപ്പ റൂമിൽ ഒന്നുമില്ല. അപ്പൊ പോയി വാങ്ങിക്കണ്ടേ? അത് ശരി. അപ്പൊ ഞാൻ വാങ്ങിച്ചു വെച്ച മൊത്തത്തിൽ കമത്തി ഒരെടുത്ത് വെപ്പൂല. അതിനകത്ത് ഒരു എല്ലാ കുപ്പിയും കാലി. ഇനിയിപ്പോ എന്തായാലും ഇതുണ്ടല്ലോ, ഇത് പോയി കഴിക്കാം. വേണ്ട, അത് ഞാൻ ഒറ്റയ്ക്ക് അടിച്ചോളാം. ഇത് ഞാൻ എന്റെ സമാധാനത്തിന് വാങ്ങിച്ചത്. അപ്പൊ എന്റെ സമാധാനത്തിന് ഞാൻ വാങ്ങിച്ചു വെച്ചാൽ നീ കുടിച്ചതാ? എപ്പോ കുടിച്ചാ? അത് മൊത്തം നീയാണ് കാലിയാക്കിയത്. അത് തന്നെ, ചുമ്മാ തർക്കിക്കൊന്നും വേണ്ട. നീ വാ, നമുക്ക് പോയി കഴിക്കാം. ഇത് ഞാൻ എന്റെ ഒറ്റയ്ക്ക് ടെൻഷൻ തീർക്കാൻ വാങ്ങിച്ചതാ. അങ്ങനെ പറയലടാ ചക്കര. നടക്കേ. അതെ ജെസിമോളെ, ഒരു കാര്യം സീരിയസ് ആയിട്ട് പറഞ്ഞു. വെറുതെ ആവശ്യമില്ല അവന്റെ മെക്കെട്ടി കാര്യം. ആ ക്രിസ്ത്യയുടെ കാര്യം ചൂടാവേണ്ട കാര്യം എന്താ? ഇത്രയും പ്രായമൊക്കെ കുറച്ചൊക്കെ ഒരു പക്വത കാണിക്കണ്ടേ? വെറുതെ കാര്യം അറിയാതെ ഒന്നറിയാതെ എടുത്ത് ചാടന്റെ സ്വഭാവം നിർത്തിക്കണം കേട്ടല്ലോ. മേലാൽ മോന്റെ അടുത്ത് അങ്ങനെ ചൂടാവരുത്. ഞാൻ കൊടുത്തിട്ടുണ്ട്. ചുമ്മാ സമയം കളയാൻ പാടില്ല. തുള്ളിച്ചാടി ഇറങ്ങിപ്പോനൊക്കെ പറഞ്ഞ ആരാ? കുറ്റം മൊത്തം എന്റെ തലയിലായി. എടി കൊച്ചേ, ഞാൻ പറഞ്ഞില്ലേ ഈ കാര്യത്തിലേ അപ്പനും മോനും ഒറ്റക്കെട്ടാ.